ഇടിമുഴക്കം പോലത്തെ ശബ്ദം, സാഹസികത നിറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ, മികച്ച അഭിനയ പാടവം, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ആകർഷിക്കുന്ന സൗന്ദര്യം. 1970കളിൽ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ആക്ഷൻ ഹീറോ ജയൻ. കൊല്ലം ആയിരുന്നു ജയന്റെ ജന്മനാട്. കൊല്ലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ നേവിയിൽ ചേർന്ന ജയൻ 16 വർഷം ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്തു. ഇന്ത്യൻ നേവിയിൽ നിന്നും പിരിഞ്ഞ ശേഷം എറണാകുളത്ത് എത്തിയ ജയൻ ചെറിയ ചെറിയ ബിസിനസ്സുകളും സിനിമാ മോഹവുമായി എറണാകുളത്ത് കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിൽ താമസമാക്കി. ഇതിനിടയിൽ 1972 പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയിൽ ഒരു നക്സലറ്റിന്റെ വേഷത്തിൽ ജയൻ അഭിനയിച്ചിരുന്നു. എങ്കിലും പിന്നീട് 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു ജയന് മലയാള സിനിമയിൽ സജീവമാകാൻ. എറണാകുളം കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിലെ താമസം ജയനെ അക്കാലത്തെ പ്രശസ്ത നടൻ ജോസ് പ്രകാശിന്റെ മകൻ രാജൻ പ്രകാശുമായി സൗഹൃദത്തിലാക്കി. രാജൻ പ്രകാശുമായിട്ടുള്ള സൗഹൃദം ജയന് ജോസ് പ്രകാശുമായി പരിചയപ്പെടാനുള്ള അവസരമൊരുക്കി. അങ്ങനെ നടൻ ജോസ് പ്രകാശിന്റെ റെക്കമെൻഡേഷനിൽ 1974 JC സംവിധാനം ചെയ്ത ശാപമോക്ഷം എന്ന സിനിമയിൽ ജയൻ 2ാമത് അഭിനയിച്ചു. തുടർന്ന് 1974 തന്നെ പൂന്തേനരുവി എന്ന സിനിമയിലും ജയൻ അഭിനയിച്ചു. തുടർന്ന് ടൂറിസ്റ്റ് ബംഗ്ലാവ്, സൂര്യവംശം, ഉല്ലാസയാത്ര, ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര, പിക് പോക്കറ്റ്, രാജാങ്കണം തുടങ്ങിയ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുവെങ്കിലും പഞ്ചമി, അമൃതവാഹിനി, ആശീർവാദം, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ഇവനെൻ്റെ പ്രിയപുത്രൻ, അഭിനിവേശം തുടങ്ങിയ സിനിമകളിൽ ശശികുമാർ, ഹരിഹരൻ, IV ശശി തുടങ്ങിയ മികച്ച സംവിധായകർ നൽകിയ വേഷങ്ങളിലൂടെയാണ് ജയൻ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. തുടർന്ന് അനുമോദനം, 2 പെൺകുട്ടികൾ, മദനോത്സവം, ഇതോ ഒരു സ്വപ്നം, ജയിക്കാനായി ജനിച്ചവൻ, ഇതാ ഒരു മനുഷ്യൻ, പെണ്ണൊരുമ്പെട്ടാൽ, സായൂജ്യം തുടങ്ങിയ സിനിമകളിലൂടെ ജയൻ മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു. 70കളുടെ പകുതിയോടെ ജയൻ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി. തുടർന്ന് ചെയ്ത ശരപഞ്ചരം, അങ്ങാടി, വേനലിൽ ഒരു മഴ, പുതിയ വെളിച്ചം, ഏതോ ഒരു സ്വപ്നം, കണ്ണപ്പനുണ്ണി, തച്ചോളിയമ്പു, പഞ്ചമി, അടവുകൾ 18, കാന്തവലയം, ഇത്തിക്കരപ്പക്കി, മാമാങ്കം, അനുപല്ലവി, കരിമ്പന, ചാകര, കഴുകൻ തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ജയന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. ഈ സിനിമകളിൽ വില്ലനായും സ്വഭാവ നടനായും ഉപനായകനായും നായകനായും ജയൻ മികച്ച അഭിനയം കാഴ്ചവെച്ചു. ഈ സിനിമകളെല്ലാം തന്നെ സാമ്പത്തികമായി വൻ വിജയം നേടിയ സിനിമകളുമായിരുന്നു. തുടർന്ന് ജയൻ നായകനായി അഭിനയിച്ച ആവേശം, ശക്തി, തീനാളങ്ങൾ, അങ്ങാടി, കാന്തവലയം, കരിമ്പന, മീൻ, ചാകര, ബെൻസുവാസു, ദീപം, മൂർഖൻ, മനുഷ്യമൃഗം, തടവറ, ചുവന്ന ചിറകുകൾ, ഈ സിനിമകളെല്ലാം തന്നെ ആക്ഷൻ സിനിമകളായിരുന്നു എന്നു മാത്രമല്ല, അതുകൊണ്ട് തന്നെ വൻ സാമ്പത്തിക വിജയവും നേടി. ഈ സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളിൽ എല്ലാം ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെ ജയൻ തന്നെ അഭിനയിച്ച് ആക്ഷൻ രംഗങ്ങൾ ഉജ്ജ്വലമാക്കി തീർത്തു. അങ്ങനെ മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്ന ഇമേജും ജയൻ സ്വന്തമാക്കി. അന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരങ്ങളായിരുന്ന മധു, സോമൻ, സുകുമാരൻ, വിൻസെന്റ്, ജോസ്, സുധീർ, രാഘവൻ എന്നിവരെ പിന്നിലാക്കി അന്നത്തെ സൂപ്പർ സ്റ്റാർ പ്രേം നസീറിനൊപ്പം സൂപ്പർ സ്റ്റാർ പദവിയും ജയൻ സ്വന്തമാക്കി. അന്നത്തെ സൂപ്പർ താരങ്ങളായ പ്രേം നസീറും ജയനും ഒരുമിച്ച് അഭിനയിക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമകൾ വൻ വിജയങ്ങളായി. ഇവനെൻ്റെ പ്രിയപുത്രൻ, 2 ലോകം, കണ്ണപ്പനുണ്ണി, ശത്രു സംഹാരം, അടിമക്കച്ചവടം, തച്ചോളി അമ്പു, ജയിക്കാനായി ജനിച്ചവൻ, ആനപ്പാച്ചൻ, ലിസ, മാമാങ്കം, സർപ്പം, ഇരുമ്പഴികൾ, ചന്ദ്രഹാസം, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, ഇത്തിക്കരപ്പക്കി, കരിപുരണ്ട ജീവിതങ്ങൾ, നായാട്ട്, അന്തപ്പുരം, ലവ് ഇൻ സിംഗപ്പൂർ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ പ്രേം നസീറും ജയനും ഒരുമിച്ച് അഭിനയിച്ച മൾട്ടി സ്റ്റാർ ഹിറ്റുകളായിരുന്നു. ആവേശം, മനുഷ്യമൃഗങ്ങൾ തുടങ്ങിയ 2 സിനിമകളിൽ ജയൻ ഡബിൾ റോളിലും അഭിനയിച്ചു. ജയൻ അഭിനയിച്ച് അവിസ്മരണീയമാക്കിയ ഗാനരംഗങ്ങൾ എടുത്തു പറയേണ്ടതു തന്നെ. അങ്ങാടിയിലെ കണ്ണും കണ്ണും, മനുഷ്യമൃഗത്തിലെ കസ്തൂരിമാൻമിഴി, ലവ് ഇൻ സിംഗപ്പൂരിലെ ചാംചച്ച ചൂംചച്ച ചുമരച്ചച്ച, ഏതോ ഒരു സ്വപ്നത്തിലെ ഒരു മുഖം മാത്രം കണ്ണിൽ, സർപ്പത്തിലെ 7ാം മാളികമേലെ, സായുജ്യത്തിലെ കണ്ണിന് കർപ്പൂരം, ബെൻസുവാസുവിലെ പൗർണമി പെണ്ണെ, അനുപല്ലവിയിലെ ഗാനരംഗം. ഈ ഗാനരംഗങ്ങളെല്ലാം തന്നെ തൻ്റെ മുഖസൗന്ദര്യം കൊണ്ടും ശരീര സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ജയൻ അഭിനയിച്ച് മികവുറ്റതാക്കിയ ഗാനരംഗങ്ങളാണ്.
മലയാള സിനിമയിലെ തൻ്റെ അഭിനയ ജീവിതത്തിലെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് മലയാള സിനിമയിൽ ഇന്നേ വരെ ഒരു നടനും ലഭിക്കാത്ത ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് ജയൻ സ്വന്തമാക്കി. തിയേറ്ററുകൾ ഇളക്കിമറിച്ച ഡ്യൂപ്പുകൾ ഇല്ലാത്ത ഗംഭീര ആക്ഷൻ രംഗങ്ങൾ, തിയേറ്ററുകൾ കുലുങ്ങി വിറയ്ക്കുന്ന ഡയലോഗുകൾ, പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന അഭിനയ മുഹൂർത്തങ്ങൾ, കോരിത്തരിപ്പിക്കുന്ന ഗാനരംഗങ്ങൾ, ഒരു സൂപ്പർ ആക്ഷൻ ഹീറോയായി ജയൻ മലയാള സിനിമ കീഴടക്കുന്ന കാലഘട്ടം. 1980 നവംബർ മാസം ചെന്നൈ ഷോലാവാരത്ത് ജയൻ, സോമൻ, സുകുമാരൻ എന്നിവർ അഭിനയിക്കുന്ന കോളിളക്കം എന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. പ്രധാന നായകൻ ജയനാണ്. സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുകയാണ്. ജയൻ ഹെലികോപ്റ്ററിൽ തൂങ്ങിയുള്ള സ്റ്റണ്ട് രംഗമാണ് ചിത്രീകരിക്കുന്നത്. ഹെലികോപ്റ്ററിന്റെ ബാലൻസ് തെറ്റി ജയനും ഹെലികോപ്റ്ററും നിലം പതിക്കുന്നു. ജയൻ ഹെലികോപ്റ്ററിന്റെ അടിയിൽപ്പെടുന്നു. അങ്ങനെ 1980 നവംബർ 16 ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹീറോ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. ഇനിയും ധാരാളം സിനിമകൾ ജയൻ നായകനായും അല്ലാതെയും ഇറങ്ങേണ്ടിയിരുന്നു. എല്ലാം ബാക്കി വെച്ച് കത്തിജ്വലിച്ചു നിന്ന ആ മഹാനടൻ തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ പകുതിയിൽ വെച്ച് നനച്ചിരിക്കാതെ നമ്മെ വിട്ട് കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു. ജയന് പ്രണാമമർപ്പിച്ചുകൊണ്ട് അകാലത്തിൽ മൃതിയടഞ്ഞ അടുത്ത താരത്തിലേക്ക് നമുക്ക് പോകാം. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മറ്റൊരു താരം റാണി ചന്ദ്രയാണ്. ഓർമ്മയില്ലേ മിസ് കേരള റാണി ചന്ദ്രയെ? 70കളിൽ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു റാണി ചന്ദ്ര. ജയൻ മരിക്കുന്നതിന് ഏകദേശം 4 വർഷം മുമ്പായിരുന്നു റാണി ചന്ദ്ര മരിക്കുന്നത്. 1949 ഫോർട്ട് കൊച്ചിയിലായിരുന്നു റാണി ചന്ദ്രയുടെ ജനനം. എറണാകുളം സെന്റ് തെരാസസ് കോളേജിലായിരുന്നു റാണി ചന്ദ്ര തൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അക്കാലഘട്ടത്തിൽ റാണി ചന്ദ്രയ്ക്ക് സ്വന്തമായ ഒരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. 1967 റാണി ചന്ദ്ര മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ആ വർഷം തന്നെ 1967 പാവപ്പെട്ടവൾ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് റാണി ചന്ദ്ര തൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം നടത്തി. തുടർന്ന് 5 സുന്ദരികൾ, അനാച്ഛാദനം, വിവാഹം സ്വർഗത്തിൽ, ചെമ്പരത്തി, ദേവി, ശ്രീ ഗുരുവായൂരപ്പൻ, പുത്രകാമേഷ്ടി, ബ്രഹ്മചാരി, ഓമന, ദൃക്സാക്ഷി, ജീസസ്, പച്ചനോട്ടുകൾ, കാലചക്രം, റാഗിംഗ്, നെല്ല്, കാറ്റ് വിതച്ചവൻ, കാമിനി, യൗവനം, ശാപമോക്ഷം തുടങ്ങിയ സിനിമകളിലെ നായികയും ഉപനായികയുമായി റാണി ചന്ദ്ര മലയാള സിനിമയിൽ തിളങ്ങി. തുടർന്ന് ശാരദ, ഷീല, ജയഭാരതി തുടങ്ങിയ മലയാള സിനിമയിലെ ഒന്നാം നിര നായികമാർക്കൊപ്പം റാണി ചന്ദ്രയും വളർന്നു. തുടർന്ന് റാണി ചന്ദ്ര നായികയായി അഭിനയിച്ച ഉല്ലാസയാത്ര, ഭൂഗോളം തിരിയുന്നു, ബോയ് ഫ്രണ്ട്, സ്വർണവിഗ്രഹം, ഉത്സവം, ചലനം, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, മല്ലനും മാദേവനും, അനാവരണം, സ്വിമ്മിംഗ് പൂൾ, മധുരം തിരുമധുരം, അയൽക്കാരി, അംബ അംബിക അംബാലിക, സ്വപ്നാടനം, ചിരിക്കുടുക്ക, അനാവരണം, സിന്ദൂരം തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. പ്രേം നസീർ, ജയൻ, മധു, സോമൻ, സുകുമാരൻ, രാഘവൻ, വിൻസെന്റ് തുടങ്ങിയ നായകനിരയുടെ നായികയായി റാണി ചന്ദ്ര തിളങ്ങി നിന്നു. 1975 സ്വപ്നാടനം എന്ന സിനിമയിലെ അഭിനയ മികവിന് ബെസ്റ്റ് ആക്ട്രസിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും റാണി ചന്ദ്ര സ്വന്തമാക്കി. മലയാള സിനിമയിൽ കൂടാതെ തമിഴിലും റാണി ചന്ദ്ര അഭിനയിച്ചിരുന്നു. അക്കാലത്ത് സിനിമ അഭിനയത്തോടൊപ്പം തന്നെ ഡാൻസ് പരിപാടികളിലും റാണി ചന്ദ്ര പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഒരു കലാകാരി എന്ന നിലയ്ക്ക് റാണി ചന്ദ്ര കത്തിജ്വലിച്ചു നിന്ന കാലഘട്ടമായിരുന്നു അത്. 1976 ഒരു ഡാൻസ് പരിപാടിക്ക് വേണ്ടി ബോംബെയിൽ എത്തിയതായിരുന്നു റാണി ചന്ദ്ര. റാണി ചന്ദ്രയെ കൂടാതെ അവരുടെ അമ്മയും 3 സഹോദരിമാരും ആ യാത്രയിൽ റാണി ചന്ദ്രയോടൊപ്പം ഉണ്ടായിരുന്നു. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് ബോംബെയിൽ നിന്നും ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ അവർ സഞ്ചരിച്ചിരുന്ന ഫ്ലൈറ്റിന് തീപിടിച്ച് കത്തിയമർന്ന് റാണി ചന്ദ്രയും അമ്മയും 3 സഹോദരിമാരും ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന മറ്റു മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെടുകയായിരുന്നു. 1976 അങ്ങനെ റാണി ചന്ദ്ര എന്ന നടി പ്ലെയിൻ ക്രാഷിൽ അകാലത്തിൽ നമ്മെ വിട്ടു പിരിയുകയായിരുന്നു. റാണി ചന്ദ്രയ്ക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ശോഭ എന്ന നടിയിലേക്ക് നമുക്ക് വരാം. നടി ശോഭയുടെ മരണം ആത്മഹത്യയായിരുന്നു. 1950കളിലെ മലയാള സിനിമയിലെ ലീഡിംഗ് ആക്ട്രസ് പ്രേമ മേനോൻ്റെ മകളാണ് ശോഭ. മലയാളത്തിലും തമിഴിലും തിളങ്ങി നിൽക്കുമ്പോൾ
1980 മെയ് 1 തൻ്റെ 17ാമത്തെ വയസ്സിൽ ശോഭ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 1983 ശോഭയുടെ ജീവിതവും മരണവും രേഖപ്പെടുത്തുന്ന ഒരു സിനിമ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ സംവിധായകൻ KG ജോർജിൻ്റെ സംവിധാനത്തിൽ മലയാളത്തിൽ റിലീസ് ചെയ്തിരുന്നു. ശോഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1965 ജീവിതയാത്ര എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് ശോഭ തൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. 1967 ഉദ്യോഗസ്ഥ എന്ന സിനിമ വരെ ശോഭ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയം തുടർന്നു. 1974 വരെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അനിയത്തിയും മകളുമൊക്കെയായി ശോഭ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും അഭിനയം തുടർന്നു. 1975 അയോധ്യ, ചോറ്റാനിക്കര അമ്മ, അമൃതവാഹിനി, ദ്വീപ്, ഓർമ്മകൾ മരിക്കുമോ, രാജപരമ്പര, പാദസരം, 2 പെൺകുട്ടികൾ തുടങ്ങിയ സിനിമകളിലൂടെ വിവിധ വേഷങ്ങളിൽ അഭിനയിച്ച് ശോഭ ജനശ്രദ്ധ നേടി. തുടർന്ന് ഉത്രാടരാത്രി, ഉൾക്കടൽ, ഏകാകിനി, ബന്ധനം, ലില്ലിപ്പൂക്കൾ, ഇഷ്ടപ്രാണേശ്വരി, എൻ്റെ നീലാകാശം, ജീവിതം ഒരു ഗാനം, വേനലിൽ ഒരു മഴ, ശാലിനി എൻ്റെ കൂട്ടുകാരി, ഡാലിയപ്പൂക്കൾ, അണിയാത്ത വളകൾ, യൗവനം ദാഹം, മഞ്ഞ് മൂടൽമഞ്ഞ് തുടങ്ങിയ സിനിമകളിൽ നായികയായി ശോഭ മികച്ച അഭിനയ പാടവം കാഴ്ചവെച്ചു. ഇതേസമയം തന്നെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ശോഭ നായികയായി അഭിനയിക്കുന്നുണ്ടായിരുന്നു. 1979 പാശി എന്ന തമിഴ് സിനിമയിലെ മികച്ച അഭിനയത്തിന് ബെസ്റ്റ് ആക്ട്രസിനുള്ള നാഷണൽ ഫിലിം അവാർഡ് ശോഭ സ്വന്തമാക്കിയിരുന്നു. ഇതിനിടയിൽ തമിഴിലെ പ്രശസ്ത സംവിധായകൻ ബാലു മഹേന്ദ്രയുമായി ശോഭ കടുത്ത പ്രണയത്തിലാവുകയും 1978 ബാലു മഹേന്ദ്ര ശോഭയെ വിവാഹം കഴിക്കുകയും ചെയ്തു. വളരെ ആർദ്രഭാവമുള്ള നടിയായിരുന്നു ശോഭ. ഇന്ത്യൻ സിനിമയിൽ ഉർവശി ശോഭയ്ക്ക് വലിയൊരു ഭാവിയുണ്ടായിരുന്നു. ഒത്തിരി നല്ല സിനിമകളും നല്ല നല്ല കഥാപാത്രങ്ങളും ശോഭയെ കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ജീവിത നൈരാശ്യമാണെന്ന് തോന്നുന്നു 1980 മെയ് 1 ശോഭ ആത്മഹത്യ ചെയ്തു. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അടുത്ത താരത്തിലേക്ക് നമുക്ക് പോകാം. 1978 ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ശ്രീനാഥ് തൻ്റെ സിനിമാ അഭിനയ ജീവിതം തുടങ്ങിയത്. തുടർന്ന് സത്യം, കലിക, അരയന്നം, അട്ടിമറി, താളം മനസ്സിൻ്റെ താളം, ഊതിക്കാച്ചിയ പൊന്ന്, പൂവിരിയും പുലരി, ഇത് ഞങ്ങളുടെ കഥ തുടങ്ങിയ സിനിമകളിൽ നായകനായും ഉപനായകനായും പ്രതിനായകനായും ശ്രീനാഥ് അഭിനയിച്ചു. സോമനും സുകുമാരനും കത്തിനിന്ന കാലഘട്ടത്തിലാണ് ശ്രീനാഥിൻ്റെ അരങ്ങേറ്റം. മമ്മൂട്ടിയും മോഹൻലാലും മുകേഷുമൊക്കെ സിനിമയിലേക്ക് വരുന്ന കാലഘട്ടം. ഒരു നായകനു വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഒത്തിണങ്ങിയ നടനായിരുന്നു ശ്രീനാഥ്. കുറേയേറെ സിനിമകളിൽ നായകനായി അഭിനയിക്കുകയും ചെയ്തു ശ്രീനാഥ്. വിസ, ഈണം, കിങ്ങിണിക്കൊമ്പ്, ബെൽറ്റ് മത്തായി, സാഗരം ശാന്തം, NH-47, മംഗളം നേരുന്നു, സന്ധ്യമയങ്ങും നേരം, പിരിയില്ല നാം, മുത്തോട് മുത്ത്, അങ്ങനെ 80കളുടെ തുടക്കത്തിൽ നായകനും ഉപനായകനുമായി ശ്രീനാഥ് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. ഇതിനിടയിൽ ശാലിനി എൻ്റെ കൂട്ടുകാരി, ഇതു ഞങ്ങളുടെ കഥ തുടങ്ങിയ സിനിമകളിൽ ശ്രീനാഥിൻ്റെ നായികയായി അഭിനയിച്ച ശാന്തി കൃഷ്ണ എന്ന നടിയുമായി ശ്രീനാഥ് പ്രണയത്തിലായി. തുടർന്ന് 1984 ശാന്തി കൃഷ്ണയെ വിവാഹം കഴിച്ചു. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ നായക വേഷങ്ങളിൽ നിന്നും ശ്രീനാഥ് തഴയപ്പെടുന്നതാണ് കണ്ടു തുടങ്ങിയത്. എങ്കിലും തുടർന്ന് ക്യാരക്ടർ വേഷങ്ങളിൽ ശ്രീനാഥ് ശ്രദ്ധ ചെലുത്തി. അയനം, കൂടും തേടി, വിവാഹിതരെ ഇതിലെ, നിറഭേദങ്ങൾ, തൂവാനത്തുമ്പികൾ, വ്രതം, സർവകലാശാല, ഒരു CBI ഡയറിക്കുറിപ്പ്, വിചാരണ, ആഗസ്റ്റ് 1, അങ്ങനെ കുറേയേറെ സിനിമകളിൽ ശ്രീനാഥ് ക്യാരക്ടർ വേഷങ്ങളിൽ തിളങ്ങി. 1995 ചില പൊരുത്തക്കേടുകൾ കൊണ്ട് ശ്രീനാഥും ശാന്തി കൃഷ്ണയും തമ്മിൽ വിവാഹബന്ധം വേർപിരിഞ്ഞു. ഇത് ശ്രീനാഥിനെ മാനസികമായി ഏറെ തളർത്തി. സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു എങ്കിലും മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടർ വേഷങ്ങളിലൂടെ ശ്രീനാഥ് പിടിച്ചു നിന്നു. കിരീടം, മാളൂട്ടി, ചെങ്കോൽ, ദേവാസുരം, വാഴുന്നോർ, അഗ്നിസാക്ഷി, സ്കെച്ച്, അങ്ങനെ ഇതിനിടയിൽ 1999 ശ്രീനാഥ് തൻ്റെ രണ്ടാമത്തെ വിവാഹവും കഴിച്ചു. ലത എന്നാണ് രണ്ടാം ഭാര്യയുടെ പേര്. ഈ ബന്ധത്തിൽ വിശ്വജിത്ത് എന്ന പേരിൽ ശ്രീനാഥിന് ഒരു മകനുമുണ്ട്. മലയാള സിനിമയിലെ ഒരു സീനിയർ ആക്ടർ എന്ന നിലയിലും
നല്ലൊരു നടൻ എന്ന നിലയിലും ശ്രീനാഥിന് സിനിമയിലും സീരിയലിലും നിറയെ അവസരങ്ങൾ കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ശ്രീനാഥ് എല്ലാം കൈവിടുകയായിരുന്നു. ജീവിത നൈരാശ്യങ്ങളാകാം ശ്രീനാഥിനെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത്. കൃത്യമായി വിവരമില്ല. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നായകനായി അഭിനയിച്ച ശിക്കാർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതായിരുന്നു ശ്രീനാഥ്. കോതമംഗലത്തായിരുന്നു ഷൂട്ടിംഗ്. 2010 ഏപ്രിൽ 23 കോതമംഗലത്ത് താൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ശ്രീനാഥ് എന്ന വലിയ നടൻ. ശ്രീനാഥിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് അകാലത്തിൽ മൃതിയടഞ്ഞ നന്ദുവിലേക്ക് പോവാം. ഉർവശി, കൽപ്പന, കലാരഞ്ജിനി എന്നിവരുടെ സഹോദരനാണ് നന്ദു. പ്രിൻസ് എന്ന പേരിലാണ് നന്ദു അറിയപ്പെട്ടിരുന്നത്. തുളസീദാസ് സംവിധാനം ചെയ്ത ലയനം എന്ന മലയാള സിനിമയിലാണ് നന്ദു നായകനായി അഭിനയിച്ചത്. സിൽക്ക് സ്മിതയായിരുന്നു നന്ദുവിൻ്റെ നായിക. ലയനം എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കുടുംബത്തിലും കുടുംബത്തിനു പുറത്തും ഏറെ കോലാഹലങ്ങൾ ഉണ്ടായി. ഇത് ഈ നടനെ മാനസികമായി തളർത്തിയിരുന്നു. ഇതിനിടയിൽ നന്ദുവിന് ഒരു പ്രണയ നൈരാശ്യവും ഉണ്ടായിരുന്നു. പ്രണയ നൈരാശ്യമാണ് നന്ദുവിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം എന്ന് പറയുന്നത്. എന്തായാലും മലയാള സിനിമയിൽ നന്ദുവിന് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു. അതെല്ലാം തട്ടിയെറിഞ്ഞ് തൻ്റെ 27-ാം വയസ്സിൽ ആ ചെറുപ്പക്കാരനായ നടൻ അകാലത്തിൽ നമ്മെ വേർപിരിയുകയായിരുന്നു. നന്ദുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞ റാണി പത്മിനിയിലേക്ക് നമുക്ക് പോകാം. റാണി പത്മിനിയെ ഓർമ്മയില്ലേ? 80കളിലെ മലയാള സിനിമയിലെ സുന്ദരിയായ നായിക. 1981 സംഘർഷം എന്ന മലയാള സിനിമയിൽ നായികയായി അഭിനയിച്ചുകൊണ്ടായിരുന്നു റാണി പത്മിനിയുടെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. തുടർന്ന് തേനും വയമ്പും, താറാവ്, തുഷാരം, പറങ്കിമല തുടങ്ങിയ സിനിമകളിൽ നായികയും ഉപനായികയുമായി അഭിനയിച്ചുകൊണ്ട് റാണി പത്മിനി മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. മരുപ്പച്ച, ആ ദിവസം, ആക്രോശം, അനുരാഗ കോടതി, വിധിച്ചതും കൊതിച്ചതും, ശരം, ഭീമൻ, ഹിമവാഹിനി, കുയിലിനെ തേടി, ബന്ധനം, ഇനിയെങ്കിലും, ഈ യുഗം, കടമറ്റ തച്ചൻ, അമ്മേ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ, കിളിക്കൊഞ്ചൽ, ഇതാ ഇന്നു മുതൽ തുടങ്ങിയ സിനിമകളിലെ നായികാവേഷങ്ങൾ റാണി പത്മിനിയെ തിരക്കുള്ള നായികയാക്കി. റാണി പത്മിനിക്ക് തമിഴിലും കന്നഡയിലും തെലുങ്കിലും നിറയെ സിനിമകളായി. തുടർന്ന് റാണി പത്മിനി അമ്മ ഇന്ദിരാകുമാരിക്കൊപ്പം താമസം ചെന്നൈയിലേക്ക് മാറ്റി. ചെന്നൈയിലെ അണ്ണാനഗറിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തായിരുന്നു റാണി പത്മിനിയുടെയും അമ്മയുടെയും താമസം. പിന്നീട് റാണി പത്മിനിയുടെ കരിയർ ശ്രദ്ധിച്ചാൽ പണത്തിനു വേണ്ടി റാണി പത്മിനി എന്ന നടി ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുവാൻ നിർബന്ധിതയാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. ഉയർത്തെഴുന്നേൽപ്പ്, വമ്പൻ, ഇടനിലങ്ങൾ, കിളിക്കൊഞ്ചൽ, അന്നൊരു രാവിൽ, കരിനാഗം, ഭീകരൻ തുടങ്ങിയ സിനിമകളിൽ പക്കാ ഗ്ലാമർ റോളുകളിലാണ് റാണി പത്മിനി പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ചെന്നൈയിൽ റാണി പത്മിനിക്ക് സിനിമയിലും രാഷ്ട്രീയത്തിലുമൊക്കെ നല്ല ബന്ധമായിരുന്നു. ആ കാലഘട്ടത്തിൽ സിനിമയിൽ നിന്നും അഭിനയിച്ച് കിട്ടിയ പണം സ്വരൂപിച്ച് ഒരു വീട് വാങ്ങുവാൻ റാണി പത്മിനി പദ്ധതിയിട്ടിരുന്നു. അതിനായി 15 ലക്ഷത്തോളം രൂപ റാണി തൻ്റെ ഫ്ളാറ്റിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്നു. ഈ പണം തട്ടിയെടുക്കുന്നതിനായി റാണി പത്മിനിയുടെ ഡ്രൈവറും കുക്കും വാച്ച്മാനും ചേർന്ന് 1986 ഒക്ടോബർ 15 രാവിലെ റാണി പത്മിനിയെയും റാണി പത്മിനിയുടെ അമ്മയെയും വധിക്കുകയായിരുന്നു. മലയാളം തമിഴ് സിനിമാ ലോകത്തിന് ഒരു ഷോക്കായിരുന്നു റാണി പത്മിനിയുടെ കൊലപാതകം. കൊലപാതകികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു. അകാലത്തിൽ പൊലിഞ്ഞ റാണി പത്മിനിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അടുത്ത താരത്തിലേക്ക് നമുക്ക് പോകാം. ശിവജി എന്ന നടനെ നിങ്ങൾ മറന്നുപോയോ? ഒന്ന് ഓർക്കാൻ ശ്രമിച്ചു നോക്കൂ. സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ഛായയുള്ള നടൻ. 80കളിലും 90കളിലും മലയാള സിനിമയിൽ വില്ലനായി തിളങ്ങിയ നടൻ. 1982 കാളിയ മർദ്ദനമായിരുന്നു ശിവജിയുടെ ആദ്യ സിനിമ. തുടർന്ന് എനിക്കും ഒരു ദിവസം, ഇരട്ടി മധുരം, നുള്ളി നോവിക്കാതെ, അകലത്തെ അമ്പിളി, ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം, കാണാൻ കൊതിച്ച്, മുക്തി, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ തുടങ്ങിയ സിനിമകളിലൂടെ വില്ലനായി ശിവജി മലയാള സിനിമയിൽ തൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുകയായിരുന്നു. 90കളിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ജയറാമിൻ്റെയും ദിലീപിൻ്റെയും സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഇതിൽ സുഹൃതം, മായപ്പൊന്മാൻ, നിയോഗം, വരും വരാതിരിക്കില്ല, പല്ലാവൂർ ദേവനാരായണൻ, സൂസന്ന, മേഘമൽഹാർ,
നിഴൽക്കുത്ത്, മനസ്സിനക്കരെ, പെരുമഴക്കാലം, കഥാവശേഷൻ തുടങ്ങിയ സിനിമകളിലെ ക്യാരക്ടർ വേഷങ്ങൾ ശിവജിയെ ശ്രദ്ധേയനാക്കി. വില്ലൻ വേഷങ്ങളിൽ നിന്നും ക്യാരക്ടർ വേഷങ്ങളിലേക്ക് ശിവജി എന്ന നടന്റെ മാറ്റത്തിന്റെ സമയത്തായിരുന്നു ശിവജിയെ മരണം കൊണ്ടുപോയത്. 2004 സെപ്റ്റംബർ 30 തിരുവനന്തപുരത്ത് വെച്ച് തൻ്റെ 48ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നാണ് ശിവജി മരിച്ചത്. അഭിനയിക്കാനുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കി വെച്ച് അകാലത്തിലാണ് ശിവജി നമ്മെ വിട്ടു പിരിഞ്ഞുപോയത്. ശിവജിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സന്തോഷ് ജോഗിയിലേക്ക് നമുക്ക് പോകാം. 2005 മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ രാജമാണിക്യം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് സന്തോഷ് ജോഗി തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിച്ചത്. തുടർന്ന് പൊന്മുടി പുഴയോരത്ത്, പുലിജന്മം, രാഷ്ട്രം, കീർത്തി ചക്ര, അലിഭായ്, ബിഗ് ബി, ചോട്ടാ മുംബൈ, മായാവി, ജൂലൈ 4, മുല്ല, ക്രിസ്ത്യൻ ബ്രദേഴ്സ് തുടങ്ങി 30ഓളം സിനിമകളിൽ വില്ലനായി അഭിനയ ജീവിതം തുടങ്ങിയ സന്തോഷ് ജോഗി പെടുന്നനെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. നല്ലൊരു നടനും ഗായകനുമായിരുന്നു സന്തോഷ് ജോഗി. സന്തോഷ് ജോഗി വിവാഹിതനായിരുന്നു. ഭാര്യ ജിജിയും ചിത്രലേഖ, കപില എന്നീ 2 മക്കളും സന്തോഷ് ജോഗിക്കുണ്ടായിരുന്നു. സന്തോഷ് ജോഗിയുടെ ഒരു സുഹൃത്തിൻ്റെ തൃശ്ശൂരുള്ള ഫ്ളാറ്റിൽ ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യുകയായിരുന്നു സന്തോഷ് ജോഗി. മരണകാരണം പലതും പറയുന്നു, വ്യക്തമല്ല. എന്തായാലും ഒത്തിരി കഥാപാത്രങ്ങൾ ഈ ചെറുപ്പക്കാരനായ നടനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കഴിവുള്ള കലാകാരനും മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനവുമായിരുന്ന സന്തോഷ് ജോഗിയുടെ അകാല വിയോഗം ഒരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക്. സന്തോഷ് ജോഗിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അകാലത്തിൽ നമ്മെ വേർപിരിഞ്ഞ നടി കൽപ്പനയിലേക്ക് നമുക്ക് വരാം. 1977 വിടരുന്ന മുട്ടുകൾ എന്ന മലയാളം സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു കൽപ്പന തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിച്ചത്. പാതിരാ സൂര്യൻ, അന്തിവെയിലിലെ പൊന്ന്, പോക്കുവെയിൽ, പഞ്ചവടിപ്പാലം, പാറ, ചൂടാത്ത പൂക്കൾ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് ഒരു നടി എന്ന നിലയിൽ കൽപ്പന മലയാള സിനിമയിൽ സജീവമായി. ഇതിൽ അന്തിവെയിലിലെ പൊന്ന് എന്ന സിനിമയിലൂടെയാണ് കൽപ്പന മേജർ ആർട്ടിസ്റ്റായത്. തുടർന്ന് ഇത് നല്ല തമാശ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ഒരുക്കം, മാലയോഗം, ഡോക്ടർ പശുപതി, സൗഹൃദം, പൂക്കാലം വരവായി, ഒറ്റയാൾ പട്ടാളം, ചെപ്പടി വിദ്യ, എന്നോടിഷ്ടം കൂടാമോ തുടങ്ങിയ സിനിമകളിലൂടെ കൽപ്പന എന്ന നടി ഹാസ്യവേഷങ്ങൾ അഭിനയിച്ചു ഫലിപ്പിക്കുകയും തുടർന്ന് ഹാസ്യ നടിയായി അറിയപ്പെടുകയും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്തു. തുടർന്ന് പൈ ബ്രദേഴ്സ്, പാർവതി പരിണയം, കാട്ടിലെ തടി, തേവരുടെ ആന, കുടുംബക്കോടതി, അനുഭൂതി, അഞ്ചര കല്യാണം, ആകാശഗംഗ, ഇഷ്ടം, കൃഷ്ണ ഗോപാലകൃഷ്ണ, കണ്ണകി, വെള്ളിത്തിര, മിസ്റ്റർ ബ്രഹ്മചാരി, നേർക്കുനേർ, 2020, പാലേരി മാണിക്യം തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ കൽപ്പനയുടെ ജീവിതത്തിലെ മൈൽ സ്റ്റോൺ കഥാപാത്രങ്ങളായി. തുടർന്ന് കൽപ്പന ക്യാരക്ടർ വേഷങ്ങളിലേക്കും അമ്മ വേഷങ്ങളിലേക്കും ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഇന്ത്യൻ റുപ്പി, മേക്കപ്പ് മാൻ, സോൾട്ട് ആൻഡ് പെപ്പർ, സ്പിരിറ്റ്, ഞാൻ തനിച്ചല്ല, ABCD, ബാംഗ്ലൂർ ഡേയ്സ്, ഞാൻ, ദി ഡോൾഫിൻ, ചാർലി തുടങ്ങിയ സിനിമകളിലൂടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മലയാള സിനിമയുടെ നിറസാന്നിധ്യമായി തുടരുമ്പോഴാണ് കൽപ്പന ഹൃദയാഘാതം മൂലം മരണത്തിനു കീഴടങ്ങിയത്. മലയാളത്തിൽ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും കൽപ്പന അഭിനയിക്കുന്നുണ്ടായിരുന്നു. മലയാളത്തിൽ നിരവധി ടെലിവിഷൻ ഷോകളിലും സീരിയലുകളിലും കൽപ്പന നിറസാന്നിധ്യമായിരുന്നു. 2013 ഞാൻ തനിച്ചല്ല എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള നാഷണൽ അവാർഡിനും കൽപ്പന അർഹയായി. മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി 300-ൽ പരം സിനിമകളിൽ കൽപ്പന അഭിനയിച്ചു. ഊപ്പിരി എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2016 ജനുവരി 25 കൽപ്പന താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിൽ കൽപ്പനയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാർ കൽപ്പനയുടെ മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. മരിക്കുമ്പോൾ കൽപ്പനയ്ക്ക് 50 വയസ്സായിരുന്നു. ഇനിയും ധാരാളം കഥാപാത്രങ്ങളെ കൽപ്പന അവതരിപ്പിക്കേണ്ടതായിരുന്നു. നമ്മളെ ഏറെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും രസിപ്പിച്ചും വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് കൽപ്പന എന്ന നടി അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ് മരണം എന്ന സത്യത്തിന് കീഴടങ്ങിയത്. അടുത്ത അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മറ്റൊരു താരമാണ് കലാഭവൻ മണി. കലാഭവൻ മണിയുടെ മരണം അക്ഷരാർത്ഥത്തിൽ നമ്മൾ മലയാളികൾക്ക് ഒരു ഷോക്കായിരുന്നു. മലയാളത്തിലും തമിഴിലും ഏറെ ആരാധകർ ഉള്ളൊരു താരമായിരുന്നു കലാഭവൻ മണി. 1995 മുതൽ 2016 വരെ 200-ൽ പരം സിനിമകളിൽ കലാഭവൻ മണി അഭിനയിച്ചു.
കലാഭവൻ മണിയുടെ മരണം അസ്വാഭാവിക മരണമായാണ് ആദ്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതാണ്ട് 1 മാസത്തോളം കേസന്വേഷണം നടന്നു. മണിയുടെ ആന്തരിക അവയവങ്ങൾ കേരളത്തിലെ കാക്കനാടുള്ള ലാബിലും ഹൈദരാബാദിലുള്ള ലാബിലും ടെസ്റ്റിനയച്ചു. ഹൈദരാബാദിലെ റിസൾട്ട് വന്നപ്പോൾ മണിയുടെ മരണകാരണം ലിവർ സിറോസിസ് ആണെന്ന് സ്ഥിരീകരിച്ചു. കൊച്ചിൻ കലാഭവൻ എന്ന മിമിക്സ് ട്രൂപ്പിൽ മിമിക്രി ആർട്ടിസ്റ്റായിട്ടാണ് കലാഭവൻ മണി എന്ന കലാകാരൻ കലാലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. അതിനു മുമ്പ് ചാലക്കുടിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു മണി. ഏറെ കഷ്ടപ്പാടു നിറഞ്ഞ ജീവിതാന്തരീക്ഷത്തിൽ നിന്നുമാണ് കലാഭവനിൽ മിമിക്രി കലാകാരനായി മണി എത്തിയത്. തുടർന്ന് നാടൻ പാട്ടുകൾ നന്നായി പാടാനറിയാവുന്ന കലാഭവൻ മണി മിമിക്രിയും നാടൻ പാട്ടും കോർത്തിണക്കി തൂശുമേ കൂന്താരോ എന്ന ഹാസ്യ കഥാപ്രസംഗ കാസറ്റും പൂളുമ്പ പൂളുമ്പ ചുമപ്പുള്ള മാങ്ങ എന്ന ആക്ഷേപ ഹാസ്യഗാന കാസറ്റും ഇറക്കി. മാരുതി കാസറ്റാണ് ഈ പ്രോഗ്രാമുകൾ വിപണിയിലെത്തിച്ചത്. ഈ 2 കാസറ്റുകളും വൻ ഹിറ്റുകളായി. തുടർന്ന് നിരവധി നാടൻ പാട്ടുകൾ കലാഭവൻ മണി പാടി. തുടങ്ങി നിരവധി നാടൻ പാട്ടുകൾ കലാഭവൻ മണി പാടി മണിയുടെ പേരിൽ കാസറ്റുകളായി വിപണിയിലിറങ്ങി. മലയാളികൾക്ക് മണിയുടെ നാടൻ പാട്ടുകൾ നന്നേ രസിച്ചു. കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ കേരളക്കരയാകെ അലയടിച്ചു. രസച്ചരടിന് ചൂടുപിടിപ്പിക്കുന്ന ആ നിഷ്കളങ്കമായ ശബ്ദം മലയാളികൾ നെഞ്ചിലേറ്റി. രസച്ചരടിന് ചൂടുപിടിപ്പിക്കുന്ന ആ നിഷ്കളങ്കമായ ശബ്ദം മലയാളികൾ നെഞ്ചിലേറ്റി. 1991 ക്യാപ്റ്റൻ പ്രഭാകർ എന്ന തമിഴ് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് മണി അഭിനയിച്ചു തുടങ്ങിയതെങ്കിലും 1995 സിബിമലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന സിനിമയിൽ ആണ് മലയാളത്തിൽ ആദ്യമായി മണി ഡയലോഗുള്ള വേഷം അഭിനയിച്ചത്. തുടർന്ന് സമുദായം, പോർട്ടർ തുടങ്ങിയ സിനിമകളിലും മണി അഭിനയിച്ചുവെങ്കിലും ലോകിതദാസിന്റെ രചനയിൽ സുന്ദർദാസ് സംവിധാനം ചെയ്ത സല്ലാപം എന്ന സിനിമയാണ് ഒരു ഹാസ്യനടൻ എന്ന നിലയിൽ കലാഭവൻ മണിക്ക് ബ്രേക്ക് കിട്ടിയ സിനിമ. സല്ലാപം കലാഭവൻ മണിക്ക് ഒരു ഹാസ്യനടൻ എന്ന ലേബൽ ഉണ്ടാക്കി കൊടുത്തു. തുടർന്ന് സാമൂഹ്യപാഠം, സ്വർണ്ണ കിരീടം, കിരീടമില്ലാത്ത രാജാക്കന്മാർ, കല്യാണ സൗഗന്ധികം, ഉദ്യാനപാലകൻ, ദില്ലിവാല രാജകുമാരൻ, കുടമാറ്റം, കാരുണ്യം, ഗജരാജമന്ത്രം, ഗുരുശിഷ്യൻ, സമ്മാനം, ഭൂതക്കണ്ണാടി തുടങ്ങിയ സിനിമകളിലൂടെ കലാഭവൻ മണി ഒരു ഹാസ്യനടൻ എന്ന നിലയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചു. തുടർന്ന് 1999 അവസാനം സംവിധായകൻ വിനയൻ മണിയെ നായകനാക്കിയെടുത്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ രാമു എന്ന അന്ധകഥാപാത്രമാണ് മണി എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. രാമു എന്ന അന്ധനെ മണി ഗംഭീരമായി അവതരിപ്പിച്ചു. 2001 വിനയൻ സംവിധാനം ചെയ്ത കരുമാടിക്കുട്ടനിലും മണി തന്നെയായിരുന്നു നായകൻ. കലാഭവൻ മണി നായകനായി അഭിനയിച്ച വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകൾ വൻ വിജയമായി. തുടർന്ന് മണി നായകനായും വില്ലനായും നിരവധി സിനിമകൾ പ്രദർശനത്തിനെത്തി. വക്കാലത്ത് നാരായണൻകുട്ടി, രാക്ഷസ രാജാവ്, മലയാളി മാമന് വണക്കം, വെള്ളിത്തിര, ചോട്ടാ മുംബൈ, മായാ ബസാർ, ചേകവർ തുടങ്ങിയ സിനിമകളിലെ വില്ലൻ വേഷങ്ങളും അനന്തഭദ്രം, കണ്ണെഴുതി പൊട്ടും തൊട്ട്, ആമേൻ, അയാൾ ഞാനല്ല, റബേക്ക ഉതുപ്പ് കിഴക്കേമല, വീരപുത്രൻ, ആദാമിൻ്റെ മകൻ അബു, യുഗപുരുഷൻ തുടങ്ങിയ സിനിമകളിലെ ക്യാരക്ടർ വേഷങ്ങളും ആകാശത്തിലെ പറവകൾ, ദി ഗാഡ്, ഈ നാട് ഇന്നലെ വരെ, വാൽക്കണ്ണാടി, കൺമഷി, പൗരൻ, ബെൻ ജോൺസൺ, മാണിക്യൻ, ലോകനാഥൻ IAS, കിസാൻ, ചാക്കോ രണ്ടാമൻ, റെഡ് സല്യൂട്ട്, രക്ഷകൻ, പായും പുലി, ചെമ്പട, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം, 1000-ലൊരുവൻ, മലയാളി, പ്രമുഖൻ, പുള്ളിമാൻ, MLA മണി, 10ാം ക്ലാസും ഗുസ്തിയും, അച്ഛനെയാണ് എനിക്കിഷ്ടം, ലോകനാഥൻ IAS, ആണ്ടവൻ, ബ്ലാക്ക് സ്റ്റാലിയൻ തുടങ്ങിയ സിനിമകളിലെ നായകവേഷങ്ങളും കലാഭവൻ മണിയെ മലയാള സിനിമയിലെ നിറസാന്നിധ്യമാക്കി. കൊമേഡിയനാകട്ടെ, വില്ലനാകട്ടെ, നായകനാകട്ടെ, ഏതുതരം വേഷവും മണിയുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് തൻ്റെ കുറഞ്ഞ കാലത്തെ അഭിനയ ജീവിതത്തിലൂടെ മണി തെളിയിച്ചു. 2000 വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിന് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡും സ്വന്തമാക്കിയ കലാഭവൻ മണി തമിഴിലും തെലുങ്കിലും കന്നഡയിലും ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ചു. മണിക്ക് പകരം വയ്ക്കാൻ മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ഗായകനും നാടൻ പാട്ടുകാരനും മികച്ച നടനുമായിരുന്ന കലാഭവൻ മണി
2016 മാർച്ച് 6-ാം തീയതി തൻ്റെ 46-ാമത്തെ വയസ്സിൽ ഒരു പിടി സിനിമകളെയും കഥാപാത്രങ്ങളെയും ബാക്കി വെച്ച് നനച്ചിരിക്കാതെ അകാലത്തിൽ ജീവിതത്തിൻ്റെ വെള്ളിത്തിരയിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. മണിയുടെ അഭിനയ ജീവിതത്തിൻ്റെ ഇൻ്റർവെല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയും ഒരു പകുതി കൂടി ബാക്കി കിടക്കുന്നു. മണി നമ്മെ വിട്ടുപിരിഞ്ഞ് മരണത്തിന് കീഴടങ്ങിയെങ്കിലും മണിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ഇപ്പോഴും നമ്മുടെ കണ്ണുകളിൽ തെളിയുന്നുണ്ട്. മണിയുടെ നിഷ്കളങ്കമായ ചിരിയും നാടൻ പാട്ടുകളും ആ ശബ്ദത്തിൽ നമ്മുടെ കാതുകളിൽ ഇന്നും മുഴങ്ങുന്നുണ്ട്. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അടുത്ത താരമാണ് ജിഷ്ണു രാഘവൻ. 70കളിലെ മലയാള സിനിമയിലെ നായകനായിരുന്ന നടൻ രാഘവന്റെ മകനാണ് ജിഷ്ണു രാഘവൻ. 1987 കിളിപ്പാട്ട് എന്ന സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് ജിഷ്ണു മലയാള സിനിമയിൽ അരങ്ങേറിയത്. തുടർന്ന് 2000 കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയിൽ സിദ്ധാർത്ഥ് ഭരതനോടൊപ്പം നായകനായാണ് ജിഷ്ണു മേജർ ആർട്ടിസ്റ്റാകുന്നത്. തുടർന്ന് ചൂണ്ട, പറയാം, നേരറിയാൻ CBI, ചക്കരമുത്ത്, ഓർഡിനറി, ഉസ്താദ് ഹോട്ടൽ, പൗരൻ, നിദ്ര സെക്കൻഡ്, ബാങ്കിങ് അവേഴ്സ്, റബേക്ക ഉതുപ്പ് കിഴക്കേമല, അന്നും ഇന്നും എന്നും തുടങ്ങിയ സിനിമകളിൽ സെക്കൻഡ് ഹീറോയായും ക്യാരക്ടർ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും മലയാള സിനിമയിൽ സജീവമാകുമ്പോഴാണ് ജിഷ്ണു ക്യാൻസർ രോഗബാധിതനായത്. 2014 മുതൽ ലങ് ക്യാൻസറിനോട് പടപൊരുതുകയായിരുന്നു ജിഷ്ണു. നല്ലൊരു നടനായിരുന്ന ജിഷ്ണുവിനായി മലയാള സിനിമയിൽ നിരവധി വേഷങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ 2016 മാർച്ച് 25-ന് തൻ്റെ 36-ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗബാധയെ തുടർന്ന് ജിഷ്ണു അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ് ജീവിതത്തിൻ്റെ വെള്ളിത്തിരയിൽ നിന്നും അപ്രത്യക്ഷമായി മരണത്തിന് കീഴടങ്ങി. മലയാള സിനിമയ്ക്കൊരു വാഗ്ദാനമായിരുന്നു ജിഷ്ണു രാഘവ്. ഇങ്ങനെ നമ്മളെ ചിരിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന നമ്മളിൽ ഒരാളായ നമ്മുടെ നടീനടന്മാരുടെ അകാലത്തിലുള്ള നനച്ചിരിക്കാതെയുള്ള വേർപാട് നമുക്ക് നൊമ്പരമുണർത്തുന്നു. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നടീനടന്മാർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് അകാലത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനകളോടെ വീണ്ടും കാണാം. ഗുഡ് ബൈ.